യുഎയിലെ ഫുജൈറയിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഫുജൈറ എണ്ണ വ്യവസായ കേന്ദ്രത്തിലെ ആക്രമണത്തിന് പിന്നാലെയാണ് അവിടെ തീപിടുത്തമുണ്ടായത്. ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായത്. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായ്. റഹീസ്, ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അലേർട്ടുകളുണ്ടോ? ഇപ്പോൾ അലേർട്ടുകളുണ്ടോ? സുഹൈൽ, നിലവിൽ അലേർട്ടില്ല. ഏതാണ്ട് ഏറ്റവും അവസാനം നൽകിയ അലേർട്ട് അവസാനിച്ചത് ഒരു 30 മിനിറ്റ് മുൻപാണ്. ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ട് അലേർട്ടില്ല. പക്ഷേ ഈ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ, അത് നേരത്തെ 50 ദിവസം നീണ്ട ആക്രമണത്തിൽ പലതവണ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആക്രമണം ഏതാണ്ട് ഇറാൻ തുടങ്ങിയതും ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. എന്തായാലും അവിടെ ഒരു ഡ്രോൺ മിസൈൽ പതിച്ചുണ്ടായ ആക്രമണം എന്നാണ് ഔദ്യോഗികമായി ഈ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ആ ആക്രമണത്തിൽ ഇപ്പോൾ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന ഒരു വിവരം പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ അത് സാരമായ പരിക്കാണ് എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടുണ്ടായ ആക്രമണം, അത് ആ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരിക്കുന്നു. വലിയ തീപിടുത്തമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വലിയ തീ ഉയരുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. ഇതിനിടയിൽ ഒരു ചെറിയ അപ്ഡേറ്റ് ഉള്ളത്, ചില വിമാനങ്ങൾ വൈകി ഓടുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതല്ല, പക്ഷേ ഈ ഘട്ടത്തിൽ അത് സ്വാഭാവികമായിട്ടും വിമാനങ്ങൾ വൈകും എന്നുള്ളത് കൂടി അറിയിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വിമാനങ്ങൾ വൈകുന്നുണ്ട്. ഒപ്പം ഈ ആക്രമണം നിലവിൽ അരമണിക്കൂറായിട്ട് എന്തായാലും അലേർട്ടുകളൊന്നും വന്നില്ല. നേരത്തെ ഈ അലേർട്ടുകളുടെ സ്വഭാവം പരിശോധിച്ചാൽ ഏതാണ്ട് അലേർട്ട് വരുന്നു, അതിനുശേഷം ഒരു 10-20 മിനിറ്റ് അലേർട്ട് നിൽക്കുന്നു, അത് പിൻവലിക്കുന്നു. എന്നാൽ പിൻവലിച്ച് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ അടുത്ത അലേർട്ട് വരുന്നു എന്ന രീതിയിലാണ് ഏതാണ്ട് ഒരു 4 തവണ അലേർട്ട് വന്നത്. ആകെ യുഎയിൽ ഉടനീളം 5 തവണ അലേർട്ട് വന്നിട്ടുണ്ട്. അത് ദുബായിലായിക്കോട്ടെ, അബുദാബിയിലായിക്കോട്ടെ, ഷാർജയിലായിക്കോട്ടെ, ഇത്തരത്തിൽ അലേർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തായാലും വീണ്ടും ആശങ്ക ഉയരുകയാണ്. ആക്രമണം ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു നേരത്തെ ഹോർമൂസിൽ ആക്രമണം നടത്തപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്നുള്ള രീതിയിലാണ്. അതായത് തങ്ങൾ ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് ചില ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുണ്ടായ ഒരു ആക്രമണമാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിലേക്ക് ആക്രമണം നടത്തുന്നത് ശരിയാണോ? അത് 3 പേർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. വേറൊരു കാര്യമുള്ളത്, ഈ ആദ്യഘട്ടത്തിലെ ഈ ആക്രമണം കഴിഞ്ഞ് ഈ ഒരു സീസ് ഫയറിന്റെ സമയത്ത് UAE എടുത്തിട്ടുള്ള നിലപാട്, അത് ഇറാനെ കാര്യമായിട്ട് തിരിച്ചടിക്കണം എന്നുള്ളത്. അത് ആക്രമണം എന്ന നിലയിലേക്ക് അത് പോയിട്ടില്ല. പക്ഷേ UAEയുടെ നിലപാടുകൾ UAE കടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് നിലയ്ക്കാകും ഇനി UAE പ്രതികരിക്കുക എന്നുള്ളത് കൂടി വളരെ പ്രധാനമായിട്ട് വരും. പ്രത്യേകിച്ച് ഹോർമൂസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അമേരിക്ക ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിൽ വർദ്ധിച്ചു വരികയാണ് സുഹൈൽ. എന്തായാലും അമേരിക്കയുടെ ഈ പറഞ്ഞ ഡീലുകൾക്ക് ഇറാൻ വഴങ്ങാത്തതോടെ ഹോർമുസിന് അനിശ്ചിതത്വം തുടരുമ്പോൾ വീണ്ടും UAE ആക്രമിച്ച് ഒരു സമ്മർദ്ദം ചെലുത്താനാണോ ഇറാന്റെ ശ്രമം എന്ന സംശയങ്ങൾ കൂടി വരുന്ന ഒരു മണിക്കൂറുകളാണ്. നിലവിൽ റഹീസാണ് ദുബായിൽ നിന്ന് വാർത്തകൾ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.